മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നേറ്റ താരം പൊപ്ലാറ്റ്നിക് സ്ലൊവേനിയ ദേശീയ ടീമിൽ ഇടം നേടി. ജനുവരിയിൽ സൗഹൃദ മത്സരത്തിൽ അമേരിക്കയെ നേരിടാൻ പോകുന്ന സ്ലൊവേനിയൻ ദേശീയ ടീമിലാണ് പൊപ്ലാറ്റ്നിക് ഇടം നേടിയത്. ജനുവരി 21-നാകും മത്സരം അമേരിക്കയിൽ വെച്ച് നടക്കുക. ഇപ്പോൾ സ്ലൊവേനിയൻ ക്ലബ്ബായ ബ്രാവോയ്ക്ക് വേണ്ടിയാണ് താരം കളിക്കുന്നത്. മികച്ച ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. 2018 മുതൽ 2020 വരെ പൊപ്ലാറ്റ്നിക് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു. വൻ പ്രതീക്ഷയോടെ ടീമിലെത്തിയ സ്ലൊവേനിയൻ താരം പൊപ്ലാറ്റ്നിക്കിന് പക്ഷേ കാര്യമായി മഞ്ഞ ജേഴ്സിയിൽ തിളങ്ങാനായിരുന്നില്ല. 4 ഗോളുകൾ മാത്രമേ പൊപ്ലാറ്റ്നിക് കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി നേടിയിട്ടുള്ളൂ. മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് കേരളത്തോട് തനിക്ക് എന്നും സ്നേഹമാണെന്നും എനിക്ക് അവിടെ നിന്നും ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട് എന്നും സന്ദേശ് ജിങ്കൻ. ഇപ്പോൾ താനും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നും താരം പറഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗിന് നൽകിയ അഭിമുഖത്തിലാണ് ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം സന്ദേശ് ജിങ്കൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു മത്സരശേഷം നടത്തിയ കമന്റ് വലിയ വിവാദമായിരുന്നു. അന്നു മുതൽ ജിങ്കനും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും തമ്മിൽ നല്ല ബന്ധമല്ല ഉള്ളത്. സന്ദേശ് ജിങ്കന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓരോ തവണയും ഞാൻ കൊച്ചി സ്റ്റേഡിയത്തിൽ കാലുകുത്തുമ്പോൾ എനിക്ക് ലഭിച്ച സ്നേഹം ഓർമ്മ വരും. ഇപ്പോൾ തീർച്ചയായും ആ ബന്ധത്തിൽ മാറ്റമുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് വ്യക്തിപരമായി ആ നഗരത്തെ ഇഷ്ടമാണ്. എൻ്റെ അമ്മ കേരളത്തെ സ്നേഹിക്കുന്നു. പക്ഷേ ആ ബന്ധം തകർന്നത് എൻ്റെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ പറയരുതായിരുന്നു. ആ വാക്ക് ഞാൻ പറയരുതായിരുന്നു. എൻ്റെ തെറ്റ് അംഗീകരിക്കുന്നുവെന്ന് സന്ദേശ് ജിങ്കൻ പറഞ്ഞു. താൻ ദൈവമല്ല എന്നും മനുഷ്യനാണെന്നും തെറ്റു പറ്റാമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള നല്ല ഓർമ്മകളും അഭിമുഖത്തിൽ പങ്കുവച്ചു. എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ റൈറ്റ് ബാക്കായി കളിക്കാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ അന്നൊരു ഗോൾ നേടി. അക്ഷരാർത്ഥത്തിൽ എനിക്കൊരു ഭൂകമ്പം സ്റ്റേഡിയത്തിനുള്ളിൽ അനുഭവപ്പെട്ടു. എന്നെ പോലെയുള്ള 21 വയസ്സുകാരന് അത് അത്ഭുതകരമായ കാര്യമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു.